ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D, അതായത് ഗൈസ് നമ്മുടെ IBD 3D, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഞാനൊക്കെ നമ്മളെന്തായാലും ഇന്നെന്തായാലും അല്ലാത്തതായിട്ടുള്ള സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് റേസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കാർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രാവിലെ തന്നെ എണീറ്റ് ഫുള്ളായിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറി നിൽക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ അകത്ത് വീട്ടിൽ TV കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, TV കണ്ടുകൊണ്ടിരിക്ക് കുറച്ച് നേരം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഗൈസ് നമ്മുടെ ഏതാണ് ലാമർ കാര്യങ്ങളൊക്കെ നമ്മളെ വിളിക്കുന്നത്. ലാമർ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയണു. എനിക്കാണെങ്കിൽ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി നിൻ്റെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാനാണ് എന്തായാലും പറഞ്ഞത്. അവൻ കാറും എടുത്തുകൊണ്ടാണ് വരാനാണ് അവൻ പറഞ്ഞത്. ബൈക്ക് എടുക്കല്ലെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. മിക്കവാറും വല്ല സ്റ്റണ്ട് റേസിനും വിളിക്കണമായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മുടെ വില്ലേജിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ കാർ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ വീടൊക്കെ. നമുക്ക് പിന്നെ വലിയ ലക്ഷറി വീടൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഇവിടെ വന്ന് കിടക്കണതൊക്കെ. ഇത് അപ്പുറത്തെ വീട്ടിലുള്ള ആളുടെ വണ്ടിയാണ്. നമ്മുടെ ഈ കിടക്കണ ഏതാണ് നമ്മുടെ യമഹയുടെ FZ പിന്നെ ഈ ഒരു സ്കോർപ്പിയോ ഒമിനിയും ആണ് നമ്മുടേത്. പിന്നെ അപ്പുറത്ത് ഇറങ്ങണ ഒമിനി അപ്പുറത്തെ വീട്ടിലുള്ള ആളുടെയാണ്. അങ്ങേക്ക് പിന്നെ എൻഡവറും ഉണ്ട്. പിന്നെ ഒരു R15 ഉണ്ട്. പിന്നെ ഇയാൾക്ക് താറുണ്ട്, പിന്നെ ലംബോർഗിനി ഉണ്ട്, പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ട്രോൺ ബൈക്കുണ്ട്, ഒരു പട്ടിയുണ്ട്. ഇത് നമ്മുടെ ബെൽജിയം ബെലനോസാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ പട്ടി. പിന്നെ ഇയാളാണ് ഏറ്റവും കൂടുതൽ മില്യണയർ. ഇയാളുടെ കയ്യിലാണെങ്കിൽ കവാസാക്കി നിൻ്റെ ZX 10R ഉണ്ട്, RC ഉണ്ട്, ഇയാളുടെ കയ്യിൽ FZ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പോലെ. പിന്നെ ഇയാളുടെ കയ്യിൽ സാധാ പൾസറും ഉണ്ട്. അയ്യോ, നമ്മൾ ആ പൾസറിനെ നൈസായിട്ട് തറയിലെടുത്ത് തള്ളിയിട്ട് ഇയാൾ കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ തീർന്നു. കുഴപ്പമില്ല. വല്ലവൻ്റെ വണ്ടി എന്നല്ലാണ്ട് വീണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇയാളുടെ കയ്യിൽ പിന്നെ താറ് ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്, പോരാത്തതിന് വേറൊരു സ്കോർപ്പിയോ S11 ഉണ്ട്, പിന്നെ ഒരു പോർഷയുണ്ട്. അയാളപ്പോൾ വലിയൊരു മില്യണയറാണ്. നമ്മളും മില്യണയറൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ വീട്ടിലൊന്ന് ചുമ്മാ ഒന്ന് കിടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീട് കയറലൊക്കെയാണ്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ എടുത്തുകൊണ്ട് പോകാം. ഞാൻ പിന്നെ ഒരു ബാഗ് എടുത്ത് എന്തായാലും ഇട്ടിട്ടുണ്ട്. മിക്കവാറും ലാമർ വല്ല സ്റ്റണ്ട് റേസിന് വല്ലവരും വിളിക്കണം. അപ്പം മിക്കവാറും ക്യാഷ് വെച്ചിട്ടുള്ള വല്ല ബെറ്റിങ് കയറലൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ തന്നെ എന്തായാലും ഉറപ്പായിട്ടും ജയിക്കുന്നതാണ്. അപ്പം നമുക്ക് ക്യാഷൊക്കെ കൊണ്ടുവരണ്ടേ, അതാണ് ഞാൻ ഒരു ബാഗും കൂടെ എടുത്ത് വെച്ചത്. ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ സ്റ്റണ്ട് റേസും വല്ല ആണെങ്കിൽ. അതിന് വല്ല ഹെൽപ്പിനും വല്ല ആണോ എന്തൊക്കെ എനിക്കറിയത്തില്ല. നമുക്ക് ഫസ്റ്റ് കൊണ്ട് പോകാം. അവൻ പിന്നെ ബൈക്ക് എടുക്കലെന്ന് പറയും, കാർ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ഞാൻ പിന്നെ നമ്മുടെ സ്കോർപ്പിയോ എടുത്തുകൊണ്ടാണ് വന്നത്. അഥവാ വല്ല സ്റ്റണ്ട് റേസും വല്ല ആണെങ്കിലാ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതും കൊണ്ടെന്തായാലും കത്തിച്ച് നേരെ എന്തായാലും അങ്ങോട്ടെന്തായാലും പോവാം. സ്റ്റണ്ട് റേസ് ആയിരിക്കും. ആവാതിരിക്കാൻ ചാൻസ് ഇല്ല. അവ സ്റ്റണ്ട് റേസിനല്ല വിളിക്കണ വലിയ ലക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ച് നേരെ എന്തായാലും ആ ലൊക്കേഷനിലോട്ട് വിടാം. നമ്മുടെ റാമ്പൊക്കെ ഉള്ള സ്ഥലത്തും കൂടെയാണ് ആ ലൊക്കേഷൻ പിന്നെ കാണിക്കണം. അപ്പോൾ മിക്കവാറും വല്ല സ്റ്റണ്ട് റേസ് ആയിട്ട് ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു തിരിഞ്ഞ് പോണ ഒരു സാധനത്തിൻ്റെ ലൊക്കേഷനാണ് അവിടെ കാണിക്കണത്. മിക്കവാറും വല്ല അടിപൊളി വല്ല പാടായിട്ടുള്ള വല്ല റേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കിപ്പോഴേ മനസ്സിലാക്കാം. നമുക്കിതിലേക്കൂടെ പോകാം. നമുക്കൊരു ഷോർട്ട് കട്ട് പിടിക്കാം. നൈസായിട്ട് ഷോർട്ട് കട്ട് പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ പോവാം. അയ്യോ, നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ തുറന്ന് അത് കുഴപ്പമില്ല, സാരമില്ല, ചെറുതായിട്ടൊന്ന് തുറന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഏകദേശം അയച്ചെന്ന ലൊക്കേഷനിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ വരാനാണ് അവൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം. ലൊക്കേഷൻ ഇത് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണമെന്നാണ് അവൻ പറഞ്ഞത്. നമുക്കെന്തായാലും നേരെ പോകാം. ആ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കറങ്ങി പോകണം. അവിടെയാണ് ലൊക്കേഷൻ കാണിക്കണത്.
അവൻ്റെ കയ്യിൽ പിന്നെ താറുണ്ട്. ഓക്കെ, അവൻ താറും എടുത്തുകൊണ്ടേ വരത്തുള്ളൂ. ഓക്കെ, ഒരു ബ്ലാക്ക് താറാണ് അവൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അവൻ വന്നില്ലേ? ആ, അവൻ വന്ന് വരാതിരിക്കുന്നില്ല, അവൻ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആളെ കാണാമല്ലോ. ഓക്കെ, അവൻ എവിടെയാണെന്ന് ഇനി നമുക്ക് അവനെ പോയി തപ്പാം. ഓക്കെ, ഇവനെ ഒരു അസുഖമുണ്ട്. ഇവൻ ഇങ്ങനെ ഇതേപോലെ നമ്മളെ വിളിച്ച് നമ്മൾ വരണതിന് ഏറ്റവും മുമ്പ് തന്നെ അവൻ വരും. പക്ഷേ ആളെ കാണില്ല. ആളെവിടെയെങ്കിലും വല്ല ചായയോ അങ്ങനെ വല്ലതും കുടിക്കാം. അതാണ് ആളുടെ കുഴപ്പം. ഓക്കെ, നമുക്കെന്തായാലും കാണാൻ വേണ്ടി വണ്ടിയുടെ ഡോർ ഓർന്നിടക്കാണ്. അല്ല, ഇല്ല, അമൃത എവിടെ പോയി? ദാ നിൽക്കണേ. ഇവൻ എന്തിൻ്റെ കേട്ടടേ? എനിക്കറിഞ്ഞൂടാ. ആ വേളയുടെ മൂട്ടിലൊക്കെ പോയി നിൽക്കണ്. ശരി, എൻ്റെ കാര്യം. ഓ മൈ ഗോഡ്. എടാ ലാമറ, ഇഞ്ഞു വാടാ. ഓ, നീ എത്തിയോ? എൻ്റെ പൊന്നെ, ഞാൻ എത്ര നേരമായിട്ട് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്. നിന്നെ കുറേ നേരമായിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും, എങ്ങനെയെങ്കിലും റേസിന് ജയിക്കാൻ വേണ്ടിയിട്ട്. ആ, അപ്പം റേസിനാണല്ലോ നീ എന്നെ വിളിച്ചത്? യെസ്, വെറും റേസല്ല, സ്റ്റൺ റേസ്. ആ, ഏതല്ല സ്റ്റൺ റേസ്? ആ റേസല്ലേ കാണുന്നത്? യെസ്, കറക്റ്റ്, ഇതാണ് റേസ്. ഓക്കെ, ഇപ്പോൾ റേസിൻ്റെ റൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇത് നമ്മൾ തമ്മിലുള്ള റേസാണ്. ഓക്കെ, വേറെ ആരും വെച്ചതൊന്നും തന്നെ അല്ല. ഓക്കെ, ഇത് കാറ് ബെറ്റ് വെച്ചിട്ടുള്ള റേസാണ്. ആ ശരി, എങ്ങനെയൊക്കെയാണ് റേസ്? ഇപ്പം ഞാൻ ജയിക്കുകയാണെങ്കിൽ നിൻ്റെ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എനിക്ക് തരണം. ഓ, അപ്പം നീ വണ്ടി കണ്ടല്ലേ? പിന്നെ അല്ലാതെ. അതേപോലെ തന്നെ നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മഹീന്ദ്രയുടെ പുതിയ താറ് ഞാൻ നിനക്ക് തരും. അപ്സെറ്റഡ് അല്ലേ നീ? പിന്നെ അല്ലാതാ, ഞാൻ റേസിന് അപ്സെറ്റഡ് തന്നെ ഇടായി. ഓക്കെ, അപ്പോൾ നമുക്ക് റേസ് കളിക്കാമോ? പിന്നെ എന്താ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാ. ആ ശരി, വാ. നീ അപ്പം എൻ്റെ പുറകെ വാ. ഞാൻ എന്താ പറഞ്ഞത്? വാ, നമുക്ക് റേസ് കളിക്കാം. ഓക്കെ, റേസിന് ഞാൻ ജയിക്കുമോ എനിക്ക് വലിയ പിടിയൊന്നും തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഫസ്റ്റത്തെ കളിയും കേരളക്ക നമ്മുടെ ലാമറിൻ്റെ ആണ്. ഓക്കെ, അവ എന്തായാലും കളിക്കട്ടെ. ഓക്കെ, ഫസ്റ്റത്തെ കളി നിൻ്റെ അല്ലേ? യെസ്, എൻ്റെ കളിയാണ് ഫസ്റ്റത്തെ. ഞാൻ കളിച്ചിട്ട് നീ കളിച്ചാൽ മതി. ആ ശരി, നീ കളിയാതി ഫസ്റ്റ്. അപ്പം നമുക്ക് കാണാം, ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. ഓ, നീ ഇപ്പോഴേ ഉറപ്പിച്ചോ? ഇല്ല, ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. നിനക്ക് ചാൻസ് പോലും കിട്ടൂലടാ. ഓ, ചുമ്മാ തള്ളാതെടാ, നമുക്ക് കാണാം. നമുക്ക് കാണാം. ഓക്കെ, ബാ, നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അനൗൺസ് ചെയ്യാം. ശരി, ബാ, നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ റേസിങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എന്തായാലും ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ സ്കോർപ്പിയോ ബാക്ക് എടുത്തിട്ട് അവിടെ നിന്ന് റേസുകളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. എടാ, ആദ്യം പോയി ഈ റേസ് കളിയടാ. ശരി, ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ഞാൻ അങ്ങനെ വണ്ടിയിൽ കയറി. ഞാൻ പിന്നെ ഒരു ബാഗ് എടുത്തിട്ട് ചുമ്മാ. ഓക്കെ, ചുമ്മാട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഈ റേസിന് ജയിക്കുമ്പോൾ അവൻ എൻ്റെ കൂടെയുള്ള ഇഷ്ടം തോന്നി വല്ല പൈസ അങ്ങനെ വല്ലതും തന്നാലോ. നമ്മൾ ബെറ്റ് വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, പക്ഷേ എൻ്റെ കൂടെയുള്ള ഇഷ്ടം തോന്നി അവൻ വല്ല പൈസയും വല്ലതും തന്നാലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു ബാഗ് കൂടെ എടുത്തിട്ട ചുമ്മാ. അങ്ങനെ തരേന്ന് നീ വിചാരിക്കണ്ടടാ മോനെ. ബെറ്റ് വെച്ചിട്ടുള്ള വണ്ടിയോടെയാണ്, അതുകൊണ്ട് വണ്ടി മാത്രമേ കിട്ടൂ ജയിച്ചു കഴിയാൻ. പൈസയൊന്നും എൻ്റെ അടുത്തൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ശരി, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. കണ്ട ഇതേപോലെയൊക്കെ റേസ് ജയിക്കണം. അല്ല, ഇപ്പം ഞാനും നീയും ഈ റേസ് ഫിനിഷ് ചെയ്താലാ? എന്നാൽ നമ്മളൊരു ഡ്രാഗ് റേസ് വയ്ക്കും. അതിൽ ജയിക്കണ ആൾക്ക് വണ്ടി കിട്ടും. അതിൽ ആരെങ്കിലും അതിരിക്കാൻ ചാൻസ് ഇല്ല. അതിൽ ആരെങ്കിലും തോക്കും. അപ്പം അതിൽ ഞാനും നീയും ജയിക്കുകയാണെങ്കിലാ? എന്നാൽ ഈ ഒരു ബിഗസ്റ്റ് ആയിട്ടുള്ള സ്റ്റൺ റേസ് പോലത്തെ ഈ ഒരു കണ്ടെയ്നർ റേസ് ഒന്നും കൂടെ നമ്മൾ കളിക്കും. അപ്പം അതിലും ഒന്നുകൂടെ വരെയാണല്ലോ. എടാ, ഒന്ന് മിണ്ടാറാ, എന്നെ കോൺസെൻട്രേഷൻ തെറ്റിക്കണം. സോറി എന്ന് പറഞ്ഞതടേ. ഇവിടെ ഇപ്പോൾ റേസ് ഇച്ചിരി പാടാണ് കളിക്കാനായിട്ട്. എന്നെ കൊണ്ട് റേസ് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വണ്ടി ഇവിടെ തറയിൽ പോയി. എൻ്റെ അമ്മച്ചേ. അങ്ങനെ ഫൈനലി നമ്മുടെ ലാമർ അങ്ങനെ അതിസാഹസികമായി
തോറ്റേക്കാണ്. ഓക്കെ, പാവ ലാമർ വലിയ ഡബ്ബൊക്കെ അടിച്ച് അവൻ അവിടുത്തെ ഏതോ ഒരു ഫ്ലോർ പോലത്തെ ഏരിയയിൽ വന്ന് അവൻ സ്പീഡ് കൂട്ടിയെന്ന് എടുത്ത് ഇങ്ങനെ പോയപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി അവൻ വീഴുമെന്ന്. അവൻ അങ്ങനെ പോയി ഒരു സൈഡ് ഒന്ന് ഇടിച്ച് അവൻ നേരെ ടപ്പേന്ന് പറഞ്ഞ് താഴെ അടിച്ച് വീണ്. ലാമർ അപ്പം തന്നെ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എൻ്റെയാണ്. ഓക്കെ, എടാ ഇതേപോലത്തെ കണ്ടെയ്നർ റേസ് സ്റ്റണ്ട് റേസ് കളിക്കണമെങ്കിൽ സ്റ്റണ്ട് സ്കിൽസൊക്കെ വേണോടാ. അങ്ങനത്തെ ഒരു സാധനം നിനക്കില്ലടാ. എടാ അങ്ങനെ നീ എന്നെ കളിയാക്കണ്ടോ? ഞാൻ അറിയാതൊന്ന് വീണയാണ്. നീ എന്തിനോടാ എന്നെ ഇങ്ങനെ കളിയാക്കണ? പറഞ്ഞല്ലേടാ. ആ ശരി നീ ഇപ്പം കളി. അപ്പം ഓണമൗത്ത് ഗെറ്റ് സെറ്റ് ഗോ. അപ്പം ശരി, ഞാൻ ഇപ്പം ജയിച്ചിട്ട് ഇനി വരാം. എടാ അങ്ങനെയൊക്കെ നീ എന്തിനോടാ പറയണ? നീ എന്തായാലും ഈ റേസിന് തോക്കും, അതെനിക്ക് 100% ഉറപ്പാണ്. ഓ നമുക്ക് കാണാം. ഈ റേസിന് ഞാൻ തോക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്പോട്ട് വെച്ചതന്നെ ഈ ഒരു സ്കോർപ്പിയോയും തരും. പിന്നെ അതല്ലാതെ ഞാൻ നിനക്ക് ഓഫർ ചെയ്യാണ് 10 ലക്ഷം രൂപയും കൂടെ തരും. ഓ അങ്ങനെയാണോ? ഉഫ്, നല്ല കാര്യം. ഇവൻ 10 ലക്ഷം രൂപയും കൂടെ പറഞ്ഞല്ലോ. ഉഫ്, ദൈവമേ ഇവൻ തോക്കണേ. എടാ നീ ദൈവത്തിനോടെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലടാ. ഞാൻ തന്നെ റേസിന് ജയിക്കടാ. അതിന് 100% ഉറപ്പാണടാ. ഗൈസ്, ഞാൻ തന്നെ ഈ റേസിന് ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ ഒരു 10 ലക്ഷം കൂടെ എന്തായാലും പറഞ്ഞേ. ഇനി നിന്റെ എമൗണ്ടാ? ഞാൻ എമൗണ്ടും വെക്കണോ? 10 ലക്ഷം രൂപ നീയല്ലേ പറഞ്ഞ? ശരി, എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട. എനിക്ക് നിന്റെ വണ്ടി മാത്രം മതി, താറ്. ശരി, നീ ഒരു 10 ലക്ഷം രൂപ എമൗണ്ട് വെച്ചോണ്ട് ഞാൻ ഒരു 5 ലക്ഷം രൂപയും കൂടെ എമൗണ്ട് വയ്ക്കും. വേണ്ട, കുഴപ്പമില്ലടാ. എനിക്ക് നിന്റെ താറ് മാത്രം മതി. റേസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ വെക്കണം. ഞാൻ ഒരു 5 ലക്ഷം കൂടെ വെക്കാം. ഇപ്പം നീ തോക്കുകയാണെങ്കിൽ നിൻ്റെ ഈ ഒരു സ്കോർപ്പിയോയും തരണം, 10 ലക്ഷം രൂപയും തരണം. അതേപോലെ തന്നെ ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ താറും തരും, പിന്നെ 5 ലക്ഷം രൂപയും തരും. ശരി, ബെറ്റ്. നമുക്കപ്പോൾ കളിക്കാം. ഞാൻ തന്നെ ഈ റേസിന് ജയിക്കും. നിൻ്റെ താറും എനിക്ക് കിട്ടും, 5 ലക്ഷം രൂപയും കിട്ടും. 5 ലക്ഷം രൂപയൊന്നും വേണ്ടായിരുന്നു, പിന്നെ നീ നിർബന്ധിച്ചുകൊണ്ട് വാങ്ങാമെന്ന് വിചാരിച്ച്. ശരിയോടാ, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കൂല. നീ തന്നെ തോക്കും, നോയിക്കോ. നമുക്ക് കാണാം. ഞാൻ ഇവിടെ റേസ് താണ്ട കംപ്ലീറ്റ് ചെയ്യാറായി. നിനക്ക് സെക്കൻഡ് റൗണ്ട് ചാൻസ് പോലും കിട്ടൂലടാ ലാമറേ. ഓടാ പോടാ. നീ പോടാ, ഞാൻ പോടാനല്ല. നമുക്ക് കാണാം. നീ അത് റേസ് കംപ്ലീറ്റ് ആക്ക്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം ഞാൻ റേസ് കണക്ക് നല്ല കിടുക്കാച്ചായിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പം തന്നെ ഞാൻ ഈ റേസ് അല്ല സുഖമായിട്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ്. പാവം ഗൈസ്, നമ്മുടെ എല്ലാമായ ലാമറിന് ഒരു ചാൻസ് പോലും കിട്ടത്തില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ റേസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാനങ്ങനെ ഫൈനലി അങ്ങനെ ഏറ്റവും മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അയ്യോ പണിപ്പാളിയല്ലോ, ഇതിൻ്റെ ഏറ്റവും മണ്ടയ്ക്കെത്തി. അങ്ങനെ ഗൈസ്, ഞാനങ്ങനെ ഫൈനലി അങ്ങനെ റേസ് ജയിച്ചേക്കാണ്. ശരി, നീ അങ്ങനെ റേസിന് ജയിച്ച് നീ താഴെ വണ്ടി കൊണ്ട് വാ. ശരി, ഞാൻ നീ തമ്മിൽ ഒരു ബെറ്റ് കൂടെ വെക്കാനായിട്ടാണ്. ഈ റേസിന് നീ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 100% സത്യമായിട്ട് ഞാൻ ഈ സ്പോട്ട് വെച്ചാൽ എൻ്റെ താറും തരും, പിന്നെ 10 ലക്ഷം രൂപ തരും. അതെന്തിപ്പം 5 ലക്ഷം രൂപ കൂട്ടിയത്? എൻ്റെ ഫ്രണ്ടല്ലേടാ, അതുകൊണ്ട് ഞാൻ ഒരു 5 ലക്ഷം കൂടെ കൂട്ടി. പോടാ, നീ എനിക്ക് ഒന്നും തരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇല്ലല്ലോ, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. 10 ലക്ഷം രൂപയും തരും, പിന്നെ എൻ്റെ താറും തരും. നീ നല്ല സൂപ്പറായിട്ട് നീ മുകളിലെ നേരെ താഴെ വരെ ഒന്ന് ഇറക്കി കൂടെ കാണിക്കുക. ശരി, ഇപ്പം തന്നെ ഇറക്കി കാണിക്കാം. എന്നിട്ട് അവസാനം പൈസ തരാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നിന്നെ എടുത്തിട്ട് അപ്പം തന്നെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. എന്നാൽ നിൻ്റെ ഫുൾ പൈസ എടുക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ വാക്ക് പാലിക്കണവനാണ്. ഇത്ര റേസിൽ നീ ജയിച്ചിട്ടുണ്ട്, എല്ലാത്തിലും ഞാൻ നിനക്ക് സാധനങ്ങളൊക്കെ തന്നില്ലേടാ. നീ നല്ല സൂപ്പറായിട്ട് ഇറങ്ങി കാണിക്കുക. ഇതിൽ നീ തോക്കുകയാണെങ്കിൽ ഈ സ്കോർപ്പിയോ എനിക്ക് ഇപ്പം തന്നെ കിട്ടും, പിന്നെ നിൻ്റെ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടും. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. ഞാൻ തന്നെ ഈ റേസിന് ജയിക്കടാ. നമുക്ക് കാണാം.
ഓക്കെ, ഇവിടെ വീണ്ടും അവൻ ബെറ്റ് വെച്ചേക്കണം. ഇവന് എന്തിൻ്റെ കേടാന്ന് അറിഞ്ഞൂടെ. ഇവന് പൈസയ്ക്കും വണ്ടിക്കും വേണ്ടിയിട്ട് അവൻ എമൗണ്ട് കൂടി 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 ഇപ്പോൾ 10 ലക്ഷം രൂപയായി, വണ്ടിയായി. നല്ല കാര്യം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് പൈസയും കിട്ടും, കാറും കിട്ടും. കുഴപ്പമില്ല കേസൊക്കെ. ആ പൈസ വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. 10 ലക്ഷം രൂപ ചുമ്മാ കിട്ടി എക്സ്ട്രാ. ഇല്ലല്ല, 5 ലക്ഷം രൂപയായിരുന്നു. വീണ്ടും ഒരു 5 ലക്ഷം കൂടെ ചുമ്മാ കിട്ടി. അതാണ് ഗൈസ്. ഓക്കെ. അയ്യോ, ഇവ ഇത് വല്ല സൂപ്പറായിട്ട് കളിക്കണമല്ലോ. എന്നെ കൊണ്ടാണെങ്കിൽ ഒരടി പോലും നേരെ ഇറക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവനെങ്ങാനും ജയിക്കുമോ? എന്തെങ്കിലും ഇപ്പം പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. നിനക്ക് ഈ റേസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലല്ല, ഞാൻ ചെവി പൊട്ടണമെന്നല്ല, എനിക്ക് നന്നായിട്ട് കേൾക്കാം നീ അവിടെ നിന്ന് പറയണം. അവിടെ പോടാ, നീ റേസ് കംപ്ലീറ്റ് ആക്കടാ. ഞാൻ ഇപ്പം കംപ്ലീറ്റ് ആക്കി തരാം. ലാമറിന് ഭയങ്കര തിടുക്കം. ഞാൻ ഇപ്പം തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം. സ്പീഡ് കംപ്ലീറ്റ് ആക്കാം. എൻ്റെ ദൈവമേ, ഇവ ഒന്ന് വീഴണേ, ഒന്ന് എവിടെയെങ്കിലും തെറ്റിയൊന്ന് വീഴണേ. ഇവ ഇപ്പം തന്നെ ഔട്ടാവണേ ദൈവമേ. ഇവ ഇപ്പം തന്നെ ഔട്ടാവണേ ദൈവമേ. ഇവ ഇപ്പം തന്നെ ഔട്ടാവണേ. എടാ നീ വീണ്ടും ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. എന്താടാ നിനക്ക് നാണമില്ലടാ? ഈ റേസിന് ഞാൻ നല്ല സുഖമായിട്ട് ഞാൻ തന്നെ ജയിക്കും. ശരി. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്തായാലും റേസ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. പാവം ഗൈസ്, നമ്മുടെ ലാമറിന് വെറും ഒരു ചാൻസേ കിട്ടിയുള്ളൂ. ഓക്കെ, അവന് സെക്കൻഡ് ചാൻസ് പോലും കിട്ടിയില്ല സത്യത്തിൽ കളിക്കാനായിട്ട്. ഓക്കെ, അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഞാൻ തന്നെ ഈ റേസിനെ ജയിക്കും. ഞാനിത് റേസ് കംപ്ലീറ്റ് ആക്കി. ഇതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞ സംഭവം. ഓക്കെ, പിന്നെ മഹീന്ദ്രയുടെ താർ എനിക്കാണ്. ഞാൻ റേസ് കംപ്ലീറ്റ് ആക്കി. അയ്യോ, പണിപ്പാളിയല്ലോ. ഇവ റേസ് കംപ്ലീറ്റ് ആക്കിയല്ലോ. അയ്യോ. അപ്പം ശരി, അപ്പം 10 ലക്ഷം രൂപയും പിന്നെ വണ്ടിയൊക്കെ എവിടെ? എടാ ലാമറേ, നീ എവിടെടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. ഞാൻ നിനക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ആളെയും 10 ലക്ഷം രൂപ അയച്ചേക്കണല്ലോ. താങ്ക്സ് അളിയാ. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്കങ്ങനെ 10 ലക്ഷം രൂപയും കിട്ടി, താറും കിട്ടി. എടാ, താറ് തരുമെന്നൊന്നും നീ വിചാരിക്കണ്ടോ. താറ് ഞാൻ നിനക്ക് തരൂല, 10 ലക്ഷം രൂപ തരൂ. എടാ പൊടാ അമ്മച്ചി, ഞാൻ ഇവിടെ വീണേ. അയ്യോ ഞാനിതാ വീണേ. അയ്യോ, മര്യാദയ്ക്ക് വണ്ടിടക്കി ഇടറാ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ വെടിവെച്ചിടും. അയ്യോ, എന്നൊന്നും ചെയ്യല്ലോ, ഇതാ വണ്ടിടക്കി. അങ്ങനെ ഗൈസ്, നമുക്ക് ചുമ്മാ 10 ലക്ഷം രൂപയും കിട്ടുകയും ചെയ്ത് നമുക്കൊരു താറും കിട്ടി ഗൈസ്. ഓക്കെ, അപ്പം ശരിയടാ ലാമറ, ഞാൻ പിന്നെ ആ ഒരു സ്കോർപ്പിയോ വന്ന് എടുത്തോളാം. ഓക്കെ, അപ്പം ബൈ. അങ്ങനെ പുതിയതായിട്ടൊരു വണ്ടി കിട്ടി. അയ്യോ, എൻ്റെ വണ്ടി ഞാൻ മറിച്ചിടണല്ലോ. എന്താണല്ലേ. കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് അവിടെ ഇന്നത്തെ സ്റ്റോറി വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത ദിവസം എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ ബഡികൾക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം.